ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് പുതിയൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്യാൻ പോണേണ്. നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേരള ചരിത്രത്തിൻ്റെ ക്ലാസ്സസും അതുപോലെ തന്നെ കേരള ചരിത്രത്തിൽ 2021 മുതൽ 24 വരെ ചോദിച്ചിട്ടുള്ള PYQ സീരീസുമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ PSC പരീക്ഷകൾക്ക് ഒരുപാട് ന്യൂ SC ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയേക്കണതുകൊണ്ട് തന്നെ നമ്മൾ പുതിയൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്യണേണ്. ഓരോ ചാപ്റ്റേഴ്സിലും ചോദിച്ചിട്ടുള്ള അല്ലെങ്കിൽ തന്നിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ്, ബോക്സസ്, കോഡ്സ് ഇതൊക്കെ ആയിരിക്കും നമ്മുടെ ഈ ഒരു സീരീസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ചാപ്റ്റർ വൈസ് ആയിട്ട് തന്നെ ആയിരിക്കും നമ്മൾ ഇതിനകത്ത് ക്ലാസ്സുകൾ എടുത്തു പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുള്ളായിട്ട് വരുന്നൊരു സീരീസാണിത്. കാരണം ഫുള്ളൊരു ഒരു ചാപ്റ്റർ ഫുള്ള് വായിച്ച് പിടിച്ച് എടുക്കുന്നതിലും നല്ലത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് മാത്രം പഠിച്ച് നമുക്ക് മാർക്ക് വാങ്ങിച്ചെടുക്കാൻ പറ്റും. ഒരുപാട് ബോക്സസും കുറേ കാര്യങ്ങളെല്ലാം പുതിയ SCRTയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്റർ, സോഷ്യൽ സയൻസിലെ 4ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള അനീതിയിൽ നിന്ന് നീതിയിലേക്ക് എന്നുള്ളൊരു ചാപ്റ്ററിലെ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ആണ്. ഈ ഒരു ചാപ്റ്ററിൽ ആദ്യം തന്നെ കൊടുത്തിട്ടുള്ളത് അഗ്നിച്ചിറകുകൾ എന്ന നമ്മുടെ APJ അബ്ദുൽ കലാമിൻ്റെ ഇതിൽ നിന്നുള്ള ഒരു ചെറിയൊരു ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് പഠിക്കാനുള്ള എന്താണ്, APJ അബ്ദുൽ കലാമിൻ്റേതാണ് അഗ്നിച്ചിറകുകൾ. അങ്ങനെ ഓരോരോ പോയിൻറ്റ്സ് വെച്ച് നമുക്ക് പഠിച്ചു പോകാം. അതുപോലെ എന്താണ് അരികുവൽക്കരണം, പിന്നെ ഒരുപാട് ശാസ്ത്രജ്ഞന്മാരുടെ കാര്യങ്ങളെല്ലാം ഈ ഒരു ചാപ്റ്ററിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. തുല്യ പരിഗണന ലഭിക്കേണ്ട ഇടങ്ങളിൽ നിന്ന് ചില വിഭാഗങ്ങളെ മാറ്റി നിർത്തുന്ന പ്രക്രിയയാണ് അരികുവൽക്കരണം അല്ലെങ്കിൽ പാർശ്വവൽക്കരണം, മാർജിനലൈസേഷൻ എന്ന് പറയുന്നത്. തുല്യ പരിഗണന ലഭിക്കേണ്ട ഇടങ്ങളിൽ നിന്നും ചില വിഭാഗങ്ങളെ മാറ്റി നിർത്തുന്നത്, അതാണ് അരികുവൽക്കരണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പാർശ്വവൽക്കരണം. ഓക്കെ, അതായത് ഒരുപാട് ഇടങ്ങളൊക്കെ ഉണ്ട്, എന്തെങ്കിലും കാരണങ്ങളാൽ ഒരു വിഭാഗക്കാരെ ഇങ്ങനെ മാറ്റി നിർത്തില്ലേ, ആ ഒരു സംഭവമാണ് അരികുവൽക്കരണം എന്ന് പറയുന്നത്. ഒരുപാട് കാരണങ്ങളാൽ അരികുവൽക്കരണം നടക്കുന്നുണ്ട്. അവ ഏതൊക്കെയാണെന്ന് നോക്കാം. പ്രകൃതി ദുരന്തങ്ങൾ, മനുഷ്യനിർമ്മിത ദുരന്തങ്ങൾ എന്നിവയാൽ സ്വന്തമായി ഉണ്ടായിരുന്ന വസ്തുവകകൾ നഷ്ടപ്പെടുത്തുന്നതിലൂടെ അരികുവൽക്കരണം ഉണ്ടാകുന്നു. വെള്ളപ്പൊക്കം, ഭൂമികുലുക്കം, ഉരുൾപൊട്ടൽ, കടൽക്ഷോഭം മുതലായ പ്രകൃതി ദുരന്തങ്ങൾ വഴിയും യുദ്ധം, അപകടങ്ങൾ, വ്യവസായശാലകളിലെ ദുരന്തങ്ങൾ മുതലായ മനുഷ്യനിർമ്മിത ദുരന്തങ്ങൾ വഴിയും അരികുവൽക്കരണം സംഭവിക്കുന്നു. അപ്പോൾ അരികുവൽക്കരണം എന്താണെന്ന് നമ്മൾ പറഞ്ഞു. അതായത് എല്ലാവരും വേണ്ടൊരു സ്ഥലത്ത് നിന്നും കുറച്ച് ആളുകളെ മാറ്റി നിർത്തുന്ന ഒരു പ്രക്രിയയാണ് അരികുവൽക്കരണം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ അരികുവൽക്കരണം എങ്ങനെയെല്ലാമാണ് നടക്കുന്നത്? പ്രകൃതി ദുരന്തങ്ങൾ വഴിയുമുണ്ട്, അതുപോലെ തന്നെ മനുഷ്യനിർമ്മിതമായിട്ടുള്ള ദുരന്തങ്ങൾ വഴിയും